ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു കിടിലൻ ബീഫ് കറിയാണ് കേട്ടോ. നമുക്ക് തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വെല്ലുള്ളിൻ്റെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു അടുപ്പത്തേക്ക് ഒരു 3-4 വിസിലാവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾ വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ ബീഫൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള മസാലയും കൂടി റെഡിയാക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള 4 എണ്ണമാണ് കേട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ്. ഇനി അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 2 ടീസ്പൂണോളം ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ആ ഉള്ളിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ മീഡിയം സൈസ് വലുപ്പമുള്ള 4 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ബീഫ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കറിക്ക് അനുസരിച്ച് ഇതിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കമ്മിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിലോട്ട് നല്ല മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ തന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി റെഡിയായി. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ബീഫും ചിക്കനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.